നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഭാണ്ഡക്കെട്ടും തൂക്കി നടന്നു പോകുന്ന ഒരു സന്യാസിയോട് ഒരു കൂട്ടം യുവാക്കൾ ചോദിച്ചു, സ്വാമി, എന്താണ് സന്യാസം? അപ്പോൾ തന്നെ സന്യാസി ഭാണ്ഡം അവിടെ ഉപേക്ഷിച്ച് നടന്നുപോയി. ഇതുകണ്ട യുവാക്കൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ സന്യാസി പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ ഭാണ്ഡം ഉപേക്ഷിച്ചത്. ഞാൻ എന്നും എൻ്റേതെന്നുമുള്ളതിനെ ഉപേക്ഷിക്കലാണ് സന്യാസം. ഇത്രയും പറഞ്ഞിട്ട് സന്യാസി ഭാണ്ഡം വീണ്ടും തോളിലേറ്റി നടക്കാൻ തുടങ്ങി. പിറകെ പോയ യുവാക്കൾ വീണ്ടും ചോദിച്ചു, ഞാനെന്നും എൻ്റേതെന്നും ഉപേക്ഷിച്ച ശേഷം എന്താണ്? മഹാത്മാവ് പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ ഭാണ്ഡം വീണ്ടും തോളിലിട്ടത്. ഞാനെന്നും എൻ്റേതെന്നും ഉപേക്ഷിച്ച ശേഷം ലോകമാകുന്ന ഭാണ്ഡം ചുമലിലേറ്റുക. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും തൻ്റേതുപോലെ കണ്ട് അവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക. അതാണ് യഥാർത്ഥ സന്യാസം. അപ്പോൾ ലോകത്തിൻ്റെ ഭാണ്ഡത്തിന് ഭാരമുണ്ടാകില്ല. സ്നേഹമുള്ളിടത്ത് ഭാരം അനുഭവപ്പെടുകയുമില്ല. കുഞ്ഞിനെ നോക്കുന്നത് ആയയ്ക്ക് ആയാസമുള്ളതായി തോന്നാമെങ്കിലും ഒരമ്മയ്ക്ക് അതൊരാനന്ദമാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോത ജഗത്സാക്ഷിണീ സൈവാഹം ന ച ദൃശ്യവസ്ത്വിതി ദൃഢ പ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോത ജഗത്സാക്ഷിണീ സൈവാഹം ന ച ദൃശ്യവസ്ത്വിതി ദൃഢ പ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ഇനി ശങ്കര സ്തോത്രാമൃതം. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളാണ് അവസ്ഥാത്രയം. നാം ദിവസവും കറങ്ങിക്കൊണ്ടിരിക്കുന്ന 3 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ഈ 3 അവസ്ഥകളുടെയും വിവേചനത്തിലൂടെ അവസ്ഥയ്ക്കപ്പുറമുള്ള തത്വത്തെ മനസ്സിലാക്കാം. ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അറിയുന്ന അവസ്ഥയാണ് ജാഗ്രതാവസ്ഥ. ശ്രീ ശങ്കരാചാര്യ രചിച്ച മനീഷ പഞ്ചകത്തിലെ ഈ സന്ദർഭമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്.
ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ മനീഷാ പഞ്ചകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മനീഷയുടെ പഞ്ചകമാണ്. പഞ്ചകം 5 ചേർന്ന ശ്ലോകം, 5 ശ്ലോകങ്ങൾ ചേർന്ന കൃതി. മനീഷ നിശ്ചയാത്മികയായ ബുദ്ധിയാണ്. മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിച്ചിട്ടുള്ള, മനസ്സിൻ്റെ തലത്തെ അതിക്രമിച്ചിട്ടുള്ള നിശ്ചയബുദ്ധി. തൻ്റെ നിശ്ചയബുദ്ധിയെ പ്രഖ്യാപിക്കുന്ന 5 ശ്ലോകങ്ങളാണ്. എന്താണ് നിശ്ചയബുദ്ധി? നമുക്ക് ശ്രദ്ധിക്കാം ക്രമമായി. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായാ സംവിദുജൃംഭവേ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോതാ ജഗത്സാക്ഷിണി സൈവാഹം ന ച ദൃശ്യവസ്തുതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാലോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ജാഗ്രസ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോതാ ജഗത്സാക്ഷിണി സൈവാഹം ന ച ദൃശ്യവസ്തു ഇതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാലോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ഇത്യേഷാ മനീഷാ മമ. ഇതാകുന്നു എൻ്റെ മനീഷ, ഇതാകുന്നു എൻ്റെ നിശ്ചിതമായ ബുദ്ധി, എൻ്റെ സംശയരഹിതമായ നിശ്ചയം ഇതാണ്. എന്താണ് നിശ്ചയം? ചണ്ഡാലോസ്തു ദ്വിജോസ്തു സഹ ഗുരുഹു ഇത്യേഷാ മമ മനീഷ. അയാൾ ചണ്ഡാളനാകട്ടെ, അയാൾ ദ്വിജനാകട്ടെ, അയാൾ ഗുരുവാണ്. ഇതാണ് എൻ്റെ മനീഷ. ആരെ സംബന്ധിച്ചാണ് പറയുന്നത്? നോക്കൂ. ജാഗ്രസ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുജൃംഭതേ. യാതൊരു സംവിത്താണോ ജാഗ്രസ്വപ്ന സുഷുപ്തികളിൽ സ്ഫുടതരമായി വികസിതമാകുന്നത്, പ്രകാശിക്കുന്നത്, ശോഭിക്കുന്നത്. യാ ബ്രഹ്മാദി പിപീലികാന്തതനുഷു പ്രോത. യാതൊരു സംവിത്ത്, യാതൊന്ന് ബ്രഹ്മാദി പിപീലികാന്തതനുഷു, ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ശരീരങ്ങളിൽ കോർക്കപ്പെട്ടിരിക്കുന്നുവോ. ജഗത് സാക്ഷിണി, ജഗത് സാക്ഷിയിൽ യാതൊരു സംവിത്ത് കോർക്കപ്പെട്ടിരിക്കുന്നുവോ. സ ഏവാഹം, അതുതന്നെയാണ് ഞാൻ. സാ ഏവ അയം അഹം, ആ സംവിത്താണ് ഞാൻ. നച ദൃശ്യവസ്തു, അല്ലാതെ ദൃശ്യവസ്തു അല്ല. ഇതി ദൃഢപ്രജ്ഞ എന്നുള്ള ഉറച്ച ബുദ്ധി യസ്യ അസ്തി, ആർക്കുണ്ടോ. അയാൾ ലോകദൃഷ്ട്യാ ചണ്ഡാളനാകട്ടെ, അയാൾ ലോകദൃഷ്ട്യാ ബ്രാഹ്മണനാകട്ടെ, അയാൾ ഗുരുവാണ് എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. ഇപ്പം ദൃശ്യവസ്തുവല്ല ഞാനെന്നും ചൈതന്യാത്മാവാണ് ഞാനെന്നുമുള്ള ദൃഢബോധമുള്ള ആൾ ഗുരുവാണെന്നാണ് ശ്ലോകത്തിൻ്റെ താത്പര്യം. എങ്ങനെയാണ് ആ താത്പര്യത്തിലേക്ക് എത്തിച്ചേരുന്നത്? നോക്കൂ. ജാഗ്രസ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരമായി യാതൊരു സംവിത്ത് പ്രകാശിക്കുന്നുണ്ടോ. ജാഗ്രസ്വപ്ന സുഷുപ്തിഷു എന്ന് പറഞ്ഞാൽ അവസ്ഥാത്രയത്തിൽ, 3 അവസ്ഥകളിൽ നമ്മളെല്ലാവരും ദിവസവും കടന്നു പോകുന്ന 3 അവസ്ഥകളാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിവ. എന്താണിവ? ജാഗ്രത എന്ന് പറഞ്ഞാൽ സാമാന്യമായി ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം. ഉണർന്നിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ജീവശാസ്ത്രപരമായ ഒരാൾ ഉണർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ജാഗ്രത ആണെന്ന് പറയാൻ പറ്റില്ല.
അയാൾ എന്തെങ്കിലും മനോരാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരസംബന്ധമായി ഉണർന്നിരിക്കുന്നു എന്ന് പറയാമെങ്കിലും അത് ജാഗ്രത അല്ല. അപ്പോൾ ജാഗ്രതത്തിന് ലക്ഷണമുണ്ട്. എന്താണ് ജാഗ്രതത്തിൻ്റെ ലക്ഷണം? ജാഗ്രതത്തിൻ്റെ ലക്ഷണം ഇന്ദ്രിയൈഹി അർത്ഥോപലബ്ധി ജാഗരിതം എന്നാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അതത് വിഷയത്തെ ഉപലഭിക്കുന്ന അറിയുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്ക് കൊണ്ട് മണക്കുന്നു, നാക്ക് കൊണ്ട് രുചിക്കുന്നു, ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നു. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അതത് വിഷയത്തെ അറിയുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ജാഗ്രത അവസ്ഥ എന്ന് പറയുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ജാഗ്രതയിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിഞ്ഞങ്ങനെ ജീവിച്ചു. ജാഗ്രതയിൽ പ്രവർത്തിച്ച ഇന്ദ്രിയങ്ങൾ, കരണങ്ങളൊക്കെ പതുക്കെ പതുക്കെ ക്ഷീണിച്ച് വിശ്രമിക്കാൻ പോയി. അങ്ങനെ കരണങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് കരണേഷു ഉപസംഹൃതേഷു, കരണങ്ങൾ പിന്തിരിയുന്ന സമയത്ത് ജാഗ്രത സംസ്കാരജ, ജാഗ്രത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന സവിഷയ പ്രത്യയ, വിഷയത്തോടൊത്ത പ്രത്യയമാണ് സ്വപ്നം എന്ന് പറയപ്പെടുന്നത്. ഇപ്പം എന്താണ് സ്വപ്നം? സ്വപ്നം ബാഹ്യകരണങ്ങളാകുന്ന ഇന്ദ്രിയങ്ങളെല്ലാം പിന്തിരിയുന്ന സമയത്ത് ജാഗ്രത്തിലെ സംസ്കാരത്തിനനുസരിച്ച് അന്തഃകരണത്തിലുണ്ടാകുന്ന വൃത്തികൾക്കാണ് സ്വപ്നം എന്ന് പറയുക. അത് വിഷയത്തോടൊത്തതാണ്. സവിഷയ പ്രത്യയ, സവിഷയമായ പ്രത്യയമാണ് സ്വപ്നം. ഇവിടെ സ്വപ്നത്തിൻ്റെ ഒന്നാമത്തെ വിശേഷമായ ലക്ഷണം തന്നെ ജാഗ്രത സംസ്കാരജ എന്നുള്ളതാണ്. ജാഗ്രത്തിലെ സംസ്കാരത്തിനനുസരിച്ചുള്ളതാണ് സ്വപ്നം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ജാഗ്രതത്തിൽ ഇന്ന് വരെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരാൾ സ്വപ്നം കാണില്ല. സ്വപ്നം കേൾക്കും, സ്വപ്നത്തിൽ മണക്കും, സ്വപ്നത്തിൽ രുചിക്കും, സ്വപ്നത്തിൽ സ്പർശിക്കും, പക്ഷെ കാണില്ല അയാൾ. ഇന്ന് വരെ ചെവി കേട്ടിട്ടില്ലാത്ത ഒരാൾ സ്വപ്നം കാണും, രുചിക്കും, മണക്കും, സ്പർശിക്കും, പക്ഷെ സ്വപ്നത്തിലേക്ക് കേൾവി ഉണ്ടാവില്ല. അപ്പോൾ ഏത് ഇന്ദ്രിയത്തിൻ്റെ അത്യന്തമായ അഭാവം ജാഗ്രതത്തിലുണ്ടോ സ്വപ്നം അതിനെ സംബന്ധിച്ചുണ്ടാവില്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ജാഗ്രത സംസ്കാരത്തിനനുസരിച്ചാണ് സ്വപ്നം എന്ന് മനസ്സിലാക്കാം. അതിന് വിഷയത്തോടൊത്തിട്ടാണ് സ്വപ്നം വരുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ സ്വപ്നത്തിലുണ്ട്. കേവലം പ്രത്യയമാണ്, പ്രതീതി മാത്രമാണ്, ആ അവസ്ഥയിൽ മാത്രമുള്ളതാണ്. അതാണ് സ്വപ്നം. ഇങ്ങനെ ജാഗ്രത, സ്വപ്നം എന്നിവയെ നിരൂപണം ചെയ്തു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഓം അമൃതേശ്വരിയൈ നമഃ. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. നിരക്ഷരരെയും സാക്ഷരരെയും ഒക്കെ നമ്മൾ നമ്മുടെ ചർച്ചകളിൽ എപ്പോഴും കൊണ്ടുവരാറുണ്ട്. നിരക്ഷരത ഇല്ലാതാക്കുവാനും സാക്ഷരത വർദ്ധിപ്പിക്കുവാനുമൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭരണകർത്താക്കളുടെ എല്ലാം പ്രഖ്യാപിത ലക്ഷ്യം. അഭ്യസ്തവിദ്യരുടെ കൂടുകയും അനഭ്യസ്തവിദ്യർ കുറയുകയും ചെയ്യണമെന്നെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ നല്ല ഉദ്ദേശങ്ങളാണത്. പക്ഷെ നമ്മുടെ സംസ്കാരത്തിൽ കേവലം പഠനം കൊണ്ട് ഒരാൾ വിദ്വാനായി അല്ലെങ്കിൽ വിദ്യാസമ്പന്നനായി എന്ന് കണക്കാക്കാറില്ല. കുറേ വിദ്യാഭ്യാസം ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ആചാര്യൻ്റെ അടുത്ത് നിന്ന് സമ്പാദിച്ചത് കൊണ്ട് മാത്രം ഒരാൾ വിദ്യാസമ്പന്നനായി എന്ന് പഴയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പറയാൻ പറ്റുകയില്ല. യഥാർത്ഥത്തിൽ ഒരാൾ വിദ്വാനാവണമെങ്കിൽ പഠനത്തോടൊപ്പം അയാൾക്ക് വേറെ എന്തെല്ലാം വേണം എന്നതിനെക്കുറിച്ച് വളരെ രസകരമായ ഒരു ആചാര്യവചനമുണ്ട്. ഒരു ശ്ലോക രൂപത്തിലുള്ള ആചാര്യവചനമാണത്. അതെന്താണെന്ന് വെച്ചാൽ, സത്യം തപോ ജ്ഞാനം അഹിംസതാം ച വിദ്വത് പ്രണാമം ച സുശീലതാം ച ഏതാനി യോ ധാരയതേ സ വിദ്വാൻ ന കേവലം യ പഠതേ സ വിദ്വാൻ. ഇതാണ് ആ ഉപദേശം. കേവലം യഹ പഠതേ ന സ വിദ്വാൻ, വെറുതെ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾ വിദ്വാനാവുകയില്ല. പിന്നെയോ ചില പ്രത്യേക വിശേഷതകൾ ഒരാൾ തൻ്റെ ജീവിതത്തിൽ നിലനിർത്തിയാൽ മാത്രമേ അയാളെ വിദ്വാനായിട്ട് കൂട്ടൂ. ഏതാനിയോ ധാരയതേ സ വിദ്വാൻ. പഠനത്തോടൊപ്പം ഈ മേൽപ്പറഞ്ഞ ചില ഗുണങ്ങൾ കൂടി
ജീവിതത്തിൽ നിലനിർത്തിയാലേ ഒരാളെ ശരിയായ വിദ്യാസമ്പന്നനായി നമ്മുടെ ആധികാരികമായ ആചാര്യന്മാർ അംഗീകരിക്കും. എന്തെല്ലാമാണ് ആ ഗുണങ്ങളെന്ന് ചോദിച്ചാൽ, ഇവിടെ പറഞ്ഞതനുസരിച്ച് സത്യം, തപസ്, ജ്ഞാനം, അഹിംസ, വിദ്വാൻമാരെ ആചാര്യന്മാരെ പ്രണമിക്കുവാനുള്ള മനസ്സ്, വിദ്വത് പ്രണാമം, സുശീലത, നല്ല സ്വഭാവം, ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ എത്ര പഠിപ്പുള്ള ഒരാളെയും വിദ്വാനായിട്ട് കൂട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ഇത് ഓരോന്നും എടുത്ത് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇത് വ്യക്തമാണ്. ഇതിലെ ചില ഗുണങ്ങളെടുത്ത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് സത്യം എന്ന് പറഞ്ഞു. നമ്മൾ മഹാഭാരതം കഥയിലേക്ക് പോവുക. അവിടെ അർജുനനുമുണ്ട് കർണനുമുണ്ട്. ആയുധവിദ്യ അഭ്യസിച്ചതിൻ്റെ കാര്യത്തിൽ ആരാണ് മുന്നിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ കർണനെ ആയിരിക്കും മുന്നിൽ നിർത്തേണ്ടി വരിക. പക്ഷേ നമ്മൾ കർണന് അർജുനനത്തോളം മഹത്വം കൊടുക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കർണൻ്റെ വിദ്യയോടൊപ്പം ഈ ഗുണങ്ങളിൽ പലതും നിലനിർത്താൻ സാധിക്കാത്ത ഒരവസ്ഥ കാണാം. സത്യം എന്ന് പറഞ്ഞൊരു ഗുണം. കർണൻ എങ്ങനെയാണ് വിദ്യ അഭ്യസിച്ചത്? പരശുരാമൻ്റെ അടുത്ത് നിന്ന് കള്ളം പറഞ്ഞിട്ടാണ് വിദ്യ അഭ്യസിച്ചത്. വിനയം, വിദ്വത് പ്രണാമം എന്നൊരു ഗുണം പറയുന്നുണ്ട്. ഈ കർണന് തൻ്റെ വിദ്യയിൽ അഹങ്കാരമായിരുന്നു. തന്നെക്കാളും ഈ ആയുധവിദ്യയിൽ കേമന്മാരായ ഭീഷ്മരെയും ദ്രോണരെയും ഒന്നും അംഗീകരിച്ച് അവരുടെ മുമ്പിൽ തലകുനിക്കാനുള്ള മനസ്സ് കർണനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ കൂടി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമ്മളെ ശരിയായ ഒരു വിദ്വാനായി കണക്കാക്കുകയുള്ളൂ. തപസ്, ജീവിതത്തിൽ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പോകാതെ ത്യാഗപൂർണമായ, കുറച്ചൊക്കെ ക്ലേശപൂർണമായ ഒരു ജീവിതം നയിക്കുവാനും കൂടി ഒരു വ്യക്തി തയ്യാറായാലേ അയാളെ ശരിയായ വിദ്വാനായി കൂട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ് വിദ്യയുമായുള്ള വ്യത്യാസം? നമ്മൾ വിദ്യയെ നോളേജ് എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്താൽ ജ്ഞാനത്തിനെ നമുക്ക് വിസ്ഡം എന്ന് പറയാം. അപ്പോൾ അറിവുണ്ടായിട്ടും ആ അറിവ് നമ്മളുടെ ആന്തരികമായ ഒരു വികാസത്തിന് വഴിതെളിക്കണം. ഒരു വിവേകം അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠമായ ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകാത്തിടത്തോളം കാലം നമ്മുടെ ആ അറിവ് യഥാർത്ഥ വിദ്വാനാക്കി തീർക്കുകയില്ല നമ്മളെ. അപ്പോൾ ഈ സത്യം വേണം, തപസ് വേണം, ജ്ഞാനം വേണം, അഹിംസത. നമ്മളുടെ അറിവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലോ അതൊരിക്കലും ശരിയായ ഒരു വിദ്വാൻ്റെ ലക്ഷണമല്ല. ഇന്ന് നമ്മൾ പലയിടത്തും കാണാം, വലിയ വലിയ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ളവർ പോലും അക്രമങ്ങൾക്ക് കൂട്ടി നിൽക്കുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനും മുൻകൈയെടുക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലൊന്നും അയാളെ ശരിയായ ഒരു വിദ്വാനായി കൂട്ടാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വിദ്വത് പ്രണാമം. നമ്മളെക്കാൾ അറിവുള്ളവരെ കാണുമ്പോൾ നമ്മൾ നമിക്കണം, അവരുടെ മുമ്പിൽ തലകുനിക്കണം. അപ്പോഴേ നമ്മുടെ അറിവിന് ശോഭയുണ്ടാവുകയുള്ളൂ. വിദ്യാദദാതി വിനയം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, വളരെ പ്രസിദ്ധമാണ്. അങ്ങനെയുള്ള ഗുണവും കൂടി ഉണ്ടെങ്കിലേ ശരിയായ വിദ്വാനായി നമ്മളെ കൂട്ടുകയുള്ളൂ. അതുപോലെ തന്നെ സുശീലതാംശ, നമ്മളുടെ സ്വഭാവം എപ്പോഴും കറയറ്റതായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം. അതിൽ കറുത്ത പാടുകളുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഗുണങ്ങൾ കൂടി ചേരുമ്പോൾ മാത്രമേ ഒരാളുടെ വിദ്യ അല്ലെങ്കിൽ ഒരാളുടെ അഭ്യസിച്ച വിദ്യ അയാളെ ശരിയായ ഒരു വിദ്വാൻ എന്ന പദവിയിലേക്ക് ഉയർത്തുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, വിദ്യ അഭ്യസിക്കുന്ന കാര്യത്തിലായാലും വിദ്യ പകർന്നു കൊടുക്കുന്ന കാര്യത്തിലായാലും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ ഗുണങ്ങൾ കൂടി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഈ അഭ്യസ്തവിദ്യർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ അതും കൂടി ലഭിക്കുന്നതിന് ഉറപ്പുവരുത്തിയാൽ ശരിയായ അഭ്യസ്തവിദ്യരെ കൊണ്ട് നമ്മുടെ സമൂഹം നിറയും. അതിന് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.